രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ഇങ്ങ് കേരളത്തിലും അങ്ങ് ഹിമാലയ മേഖലയിലും ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് ആ മേഖലകളിലും അവിടെ ഈ ദുഷ്ടബുദ്ധികളുടെ ആക്രമണത്തിന് വലുതായിട്ട് നാശം വിതയ്ക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവിടെ കുറേയേറെ ഗ്രന്ഥങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. അതാണ് നമുക്ക് ഇന്ന് കയ്യിലുള്ള സംസ്കൃത ഗ്രന്ഥങ്ങൾ. അങ്ങനെ സംരക്ഷിക്കപ്പെട്ട് കിട്ടിയ ഗ്രന്ഥങ്ങളുടെ എണ്ണം തന്നെ വളരെ വലുതാണ്. അതിലേറെയും ഇന്നും പ്രകാശിപ്പിക്കപ്പെട്ടിട്ടില്ല, തളിയോലകളിലായിട്ടിരിക്കുന്നു. കാരണം ഈ ഗ്രന്ഥങ്ങൾക്ക് ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ട് അതിലിരിക്കുന്നതായ ആ പവിത്രമായിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ ഇന്നും ഭാരതീയന്റെ മനസ്സ് ഉണർന്നിട്ടില്ല. മക്കാളെ പ്രഭു പഠിപ്പിച്ചു കൊടുത്തതായ ഭാരത നിന്ദ, ഇതാണ് നല്ലൊരു ശതമാനവും വിദ്യാഭ്യാസം കിട്ടിയ ആളുകളുടെ ഹൃദയത്തിൽ കിടക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ടാണ് അതിനിങ്ങനെ മാറ്റം വന്നു തുടങ്ങുന്നത്. ഭാരതത്തിൽ അറിവിന്റെ രത്നഖനി ഇരിക്കുന്നു എന്ന് പുതിയ തലമുറ തിരിച്ചറിയാൻ തുടങ്ങുന്ന അടുത്ത കാലത്താണ്. അങ്ങനെ പുതിയ തലമുറ കുറേയേറെ ഇതറിയാനായിട്ട് പരിശ്രമിക്കുന്നു. അപ്പോൾ അവരെ ആക്ഷേപിക്കാനും പിന്തിരിപ്പിക്കാനും ഭയങ്കരമായ സംഘടിത ശ്രമം ആ പാശ്ചാത്യരുടെ മക്കാളെ പ്രഭുവിന്റെ ആ ചിന്താപദ്ധതിയുടെ പിന്തുടർച്ചക്കാര് ഇപ്പോഴും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ നാം പഠിക്കുന്നത് അപ്പോൾ ഭാരതം നമുക്ക് തിരിഞ്ഞു കിട്ടും, വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ലഭ്യമായ പുസ്തകങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി. അതിലേറിയവെങ്കും പ്രസിദ്ധീകൃതമല്ല, വളരെ കുറച്ചു മാത്രമേ പ്രസിദ്ധീകൃതമായിട്ടുള്ളൂ. ആ പ്രസിദ്ധീകൃതമായവയുടെ സംഖ്യ പോലും വളരെ വലുതാണ്, അനേക ആയിരങ്ങളാണ്, ലക്ഷങ്ങൾക്ക് അപ്പുറമാണ്. അത്രയേറെ പ്രസിദ്ധീകൃതമായി കഴിഞ്ഞു. എങ്കിലും ഇനിയും പ്രസിദ്ധീകൃതമാകാതെ താളിയോലകളായിട്ട് അവശേഷിക്കുന്നു. പക്ഷേ നഷ്ടപ്പെട്ടു പോയവ അതിലേറെയാണ്. നമുക്ക് ലഭിക്കുന്നതായ പുസ്തകങ്ങളില് പണ്ടുണ്ടായിരുന്ന പല പുസ്തകങ്ങളെക്കുറിച്ചും അവയിലെ ആശയങ്ങളെക്കുറിച്ചും അത് എഴുതിയ ആളുകളെക്കുറിച്ചും അന്ന് ജീവിച്ചിരുന്ന മഹാത്മാക്കളെ കുറിച്ചും ഒക്കെയുള്ള പരാമർശങ്ങളുണ്ട്. ആ പറയുന്ന ആളുകളെയും ആ പറയുന്ന പുസ്തകങ്ങളെയും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഈ പരാമർശങ്ങളിലൂടെ നാം അറിയുന്നു നഷ്ടപ്പെട്ടു പോയ ആ ഗ്രന്ഥങ്ങളുടെ സംഖ്യ എത്രയോ വലുതാണ് എന്ന്. അങ്ങനെ ആ ഗ്രന്ഥങ്ങൾ നാം ലഭിച്ചതെങ്കിലും പഠിച്ച് അതിനെ നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാക്കണം. ഇന്നും നമ്മുടെ അക്കാദമിക് മേഖലകളില് ഇത് കടന്നു വന്നിട്ടില്ല. അക്കാദമിക് മേഖലകളില് മക്കാളെ പ്രഭു പഠിപ്പിച്ചതല്ലാതെ വേറൊന്നിനെയും പ്രവേശിപ്പിക്കാൻ നമ്മുടെ പണ്ഡിതന്മാർ, അക്കാഡമിഷ്യൻസ് ഇനിയും സമ്മതിക്കുന്നില്ല. അവര് മുറുകെ പിടിച്ചു നിൽക്കുകയാണ്. കാരണം അവർക്ക് മക്കാളെ പ്രഭു പഠിപ്പിച്ചതേ അറിയാവൂ. ഇതിനെല്ലാം അവരതുകൊണ്ട് എതിർക്കുന്നു. അക്കാഡമിക് മേഖലകളിലേക്ക്, വിദ്യാഭ്യാസ മേഖലകളിലേക്ക് ഭാരതത്തിലെ ഗ്രന്ഥങ്ങൾ കടന്നു വരുമ്പോഴാണ് ഭാരതം യഥാർത്ഥത്തിൽ ഉണരുന്നത്. അങ്ങനെയുള്ളതായ ആ ഉണർച്ചയിലേക്കുള്ള ആദ്യത്തെ സൂര്യോദയം സ്വാമി വിവേകാനന്ദനാണ്. നമുക്കറിയാം, അദ്ദേഹമാണ് ഭാരതത്തെയും ലോകത്തെയും പിടിച്ചു കുലുക്കിയിട്ട് ഈ സംസ്കൃതിയുടെ ആ മഹത്വത്തെ നമ്മുടെ ഹൃദയത്തിൽ, ലോകത്തിന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചത്. അന്ന് തൊട്ട് ഇത് പഠിക്കാൻ വേണ്ടിയുള്ള ശ്രമം സംഘടിതമായിട്ടും അല്ലാതെയും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതൊരു മഹാപ്രവാഹമായിട്ട് വളർന്നു വരുന്നു, വളർന്നു കഴിഞ്ഞു എന്നുള്ളതൊരു ഭാഗ്യം നമുക്ക് ഉണ്ട്. അതാണ് ഈ ഗ്രന്ഥങ്ങൾ നമുക്ക് ഭാരതത്തെ നമുക്ക് നേരിട്ട് കാണിച്ചു തരുന്നു. അങ്ങനെ ശ്രീരാമചന്ദ്രന്റെ ആ വാക്കുകളിലൂടെ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപിഗിരീയസി, പെറ്റമ്മയും മാതൃഭൂമിയും സ്വർഗത്തെക്കാളും ശ്രേഷ്ഠമാണ്.
സ്വർഗം തരാമെന്ന് പറഞ്ഞാൽ പോലും വേണ്ട. പിന്നെയോ അമ്മയാണ് വലുത്, പെറ്റമ്മയാണ് വലുത്, മാതൃഭൂമിയാണ് വലുത്. പെറ്റമ്മ തന്നെയാണ് മാതൃഭൂമി, മാതൃഭൂമി തന്നെയാണ് പെറ്റമ്മ. അത് തന്നെ ആദിപരാശക്തി. ഇതാണ് ഭാരതീയന്റെ വ്യക്തമായിട്ടുള്ള അനുഭൂതി. അതാണ് ഭാരതത്തെ മാതാവായി കാണുന്നത്. ആ മാതാവ് ആദിപരാശക്തിയാണ്. ആ ആദിപരാശക്തിയെ ഭാരതമാതാവായി, നമ്മെ പ്രസവിച്ച നമ്മുടെ സ്വന്തം അമ്മയായി നാം നേരിട്ട് കാണുന്നു. അങ്ങനെ രാമന്റെ ആ വാക്കുകൾ, രാമന്റെ ഹൃദയത്തിൽ താൻ പിറന്ന മണ്ണ്, അവിടുത്തെ സംസ്കൃതി, അവിടുത്തെ ദൃശ്യങ്ങൾ ഉളവാക്കിയതായ ആ അനുഭവത്തെ, അതിനോടുള്ളതായ സ്നേഹത്തെ കാണിച്ചു തരുന്നു. രാമന്റെ ആ വാക്കുകൾ അത് പ്രകടമാണ്. അതാണ് എനിക്കെന്നാണ് ഇതെല്ലാം വീണ്ടും സാക്ഷാത്കരിക്കാനായി സാധിക്കുക എന്ന് അങ്ങേയറ്റം സന്തുലിത മാനസനായ രാമൻ പോലും ആ ഘട്ടത്തിൽ ചോദിച്ചു പോയി. ഇങ്ങനെ അവര് ബഹുദൂരം ഗ്രാമങ്ങളും അതേപോലെ തന്നെ നാട്ടുമ്പുറങ്ങളും കാടുകളും പർവ്വതദേശങ്ങളും നദികളും ഒക്കെ കടന്ന് ഇങ്ങനെ ദക്ഷിണ ദിക്കിലേക്ക് വരികയാണ്. എവിടെ എത്തിച്ചേരേണ്ടതെന്നറിയോ? ഗംഗാതീരത്താണ് എത്തിച്ചേരേണ്ടത്. അത് കഴിഞ്ഞാൽ ഗംഗ കടക്കണം. ഗംഗ കടന്ന് ദക്ഷിണ ദിക്കിലേക്ക് വരണം. ആ യാത്ര, ആ കാടുകളുടെ ആ മനോഹരമായ ദൃശ്യം, അതിന്റെ മഹത്വം വാൽമീകി വിപുലമായിട്ട് വർണ്ണിക്കുന്നുണ്ട് 55-ാമത്തെ സർഗത്തില്. വളരെയേറെ സർഗങ്ങളെയും അനേക ശ്ലോകങ്ങളെയും വിട്ടുവിട്ടാണ് നമ്മൾ ഇത്ര വേഗത്തിൽ ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോ ഈ സർഗത്തിൽ വളരെ വിസ്തരിച്ച് വർണ്ണിക്കുന്നു, അതൊന്നും കേൾപ്പിക്കുന്നില്ല. എങ്കിലും വാൽമീകിയുടെ ആ വർണ്ണന, നമ്മുടെ ഭാരത മാതാവിന്റെ ആ ചിത്രം, അത് നമുക്ക് കാണണമല്ലോ. അതുകൊണ്ട് മാത്രം ഏതാനും ശ്ലോകങ്ങൾ. ഉദ്യാന ആമ്രവനോപേതാൻ സമ്പന്ന സലിലാശയാൻ. തന്റെ ആ നാടിന്റെ ചിത്രമാണ് രാമൻ കാണുന്ന നാട്. അതിനെ കടന്ന് രാമൻ ഇതാ ഗംഗാതീരത്ത് എത്തിച്ചേർന്നു എന്ന് പറയാൻ തുടങ്ങാണ്. രാമൻ ആ നാടിനെ കണ്ട രീതി വർണ്ണിക്കുകയാണ്. ആ നാട് എങ്ങനെയുള്ളതാണ്? ഉദ്യാന ആമ്രവനോപേതാൻ. ഉദ്യാനങ്ങളെ കൊണ്ട് നിറഞ്ഞത്, ആമ്രവനങ്ങളെ കൊണ്ട്, മാവിന്റെ കാടുകൾ, ആ കാടുകളെ കൊണ്ട് നിറഞ്ഞത്. ചില കാടുകളെല്ലാം മുഴുവൻ മാവുകളാണ്. മാവുകൾക്കൊരു വലിയൊരു പ്രത്യേകതയുണ്ട്. അനേകം ഇനങ്ങളാണ് മാവുകള്, അനന്ത ഇനങ്ങളാണ്. എണ്ണിയാ തീരില്ല. എത്ര ഇനം മാവുകൾ ഉണ്ടെന്ന് എണ്ണി തീർക്കാൻ പറ്റില്ല. ഓരോന്നിനും അതിൻ്റെതായ രുചി, അതിൻ്റെതായ മണം, അതിൻ്റെതായ ഗുണം ഒക്കെയുണ്ട്. അതാണ് ഈ മാവുകളുടെ ഒരു പ്രത്യേകത. അങ്ങനെയുള്ള മാവുകളെ കൊണ്ടുള്ളതായ വനങ്ങൾ, അതേപോലെ വിവിധങ്ങളായ പുഷ്പ വൃക്ഷങ്ങളെ കൊണ്ട്, പുഷ്പിത വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞ ഉദ്യാനങ്ങൾ, സമ്പന്ന സലിലാശയാൻ. എല്ലാ തടാകങ്ങളും വെള്ളം കൊണ്ട് അങ്ങേയറ്റം നിറഞ്ഞ ശുദ്ധമായ ജലം. ഇന്നത്തെ പോലെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്നതായ, പ്രകൃതിയെ വിഷലിപ്തമാക്കുന്ന കോലാഹലങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. അമൃത ഹൃദ്യമായ ജലം നിറഞ്ഞ തടാകങ്ങൾ, നദികൾ. അതാണ് സമ്പന്ന സലിലാശയാൻ. നിറഞ്ഞ തുളുമ്പുന്നതായ തടാകങ്ങൾ. പിന്നെയോ തുഷ്ടപുഷ്ട ജനാകീർണാൻ ഗോകുലാകുല സേവിതാൻ. സന്തോഷിച്ചതായ ആളുകളെ കൊണ്ട് നിറഞ്ഞ നാട്ടിൻപുറങ്ങൾ. വളരെയേറെ പുഷ്ടിയുള്ള, സമ്പത്ത് കൊണ്ടുള്ള പുഷ്ടി, സന്തോഷം കൊണ്ടുള്ളതായ പുഷ്ടി, ശാരീരികമായ പുഷ്ടി, ഇങ്ങനെ ഭവനത്തിന്റെ നിർവിധിയും ചാരുതയും ഒക്കെ കൊണ്ടുള്ളതായ പുഷ്ടി, ഇങ്ങനെ സർവതോമുഖമായിട്ടുള്ള പുഷ്ടിയോടുകൂടിയ, അതുകൊണ്ട് തന്നെ തുഷ്ടരായിട്ടുള്ള, സന്തുഷ്ടരായിട്ടുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞ ആ നാട്ടിൻപുറങ്ങൾ. പിന്നെയോ വലിയ 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 പശുക്കൂട്ടങ്ങൾ. ഓരോ വീടുകളിലും നൂറുകണക്കിന് പശുക്കളാണ്. അങ്ങനെ ഈ ദേശത്തുണ്ടായതായ പശുക്കൾ, ആ പശുവിൽ നിന്ന്
ലഭിക്കുന്നതെല്ലാം മരുന്നാണ്. ചാണകമായാലും ഗോമൂത്രമായാലും പാലായാലും എന്തായാലും പശുവിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം അമൃതാണ്. അതുകൊണ്ടാണ് ഗോ മാതാവാണ് എന്ന് ആചാര്യന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അങ്ങനെയുള്ള പശുക്കളുടെ കൂട്ടങ്ങളാൽ നിറഞ്ഞ ഗ്രാമങ്ങൾ. രക്ഷണീയാൻ നരേന്ദ്രാണാം ബ്രഹ്മഘോഷാഭിനാദിതാൻ. രാജാക്കന്മാര് രക്ഷിക്കുന്നതായ ഗ്രാമങ്ങൾ. രാമൻ നഗരങ്ങൾക്കുള്ളിലൂടെ കടന്നു വരുന്നില്ല, ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുന്നേ ഉള്ളൂ അങ്ങ് ഗംഗാതീരത്ത് എത്താൻ വേണ്ടി. അത് കഴിഞ്ഞാണ് ദണ്ഡകാരണ്യത്തിലേക്ക് കടക്കേണ്ടത്. അപ്പോ ഗ്രാമങ്ങൾക്കുള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ, ഗ്രാമദൃശ്യങ്ങൾ ഇങ്ങനെയാണ്. അവിടെ ആരും ദുഃഖിതരല്ല, ആർക്കും ഒരു ഭയവും ഇല്ല, എല്ലാവരും ധൈര്യത്തോടുകൂടി ജീവിക്കുന്നു. എന്താ, രാജാക്കന്മാര്, ഭരണാധിപന്മാര് നാട്ടുകാരെ എല്ലാം അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടിയിട്ട് സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, എല്ലായിടവും വേദമന്ത്രങ്ങളുടെ ധ്വനി അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. വേദം പഠിച്ച ആളുകളാണ് എല്ലാവരും. വേദം എല്ലാവർക്കും പഠിക്കാം, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമേ പഠിക്കാവൂ എന്ന് ഇല്ല. വേദമന്ത്രങ്ങൾ പറഞ്ഞ് ദർശിച്ച് നമുക്ക് ഉപദേശിച്ചു തന്ന ആളുകൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. അന്ന് വിഭാഗങ്ങളായി തിരിച്ചിട്ടില്ല. പക്ഷെ അവരുടെ മാതാപിതാക്കളെ ആരാണ് എന്ന് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴേക്കും ആ മാതാപിതാക്കൾ, ചില ഋഷിമാരുടെ മാതാപിതാക്കൾ ഇങ്ങനെ കൃഷിയും കച്ചവടവും ഒക്കെ ചെയ്യുന്നവരാകും, ചിലര് മരപ്പണി ചെയ്യുന്നവരാകും, ചിലര് വനത്തിൽ വേട്ടയാടി നടക്കുന്നവരാകും. ഇങ്ങനെ അവരുടെ തൊഴിലുകൾ നമുക്ക് തിരിച്ചറിയാം അവരുടെ ഈ ഋഷിമാരുടെ മാതാപിതാക്കളെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ. പക്ഷെ അതൊന്നും ജാതിയായി മാറിയിട്ടില്ല. അവിടെ ഉച്ചനീചത്വങ്ങൾ യാതൊന്നും തന്നെയില്ല, വേർതിരിവുകൾ യാതൊന്നും തന്നെയില്ല. അങ്ങനെ നാം വേദമന്ത്രങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാരുടെ ചരിത്രം അതിൽ നിന്ന് ലഭ്യമാകുന്നിടത്തോളം നാം അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഇന്നത്തെ രീതിയിലുള്ള പല ജാതികൾ, ഇന്നൊക്കെയാണല്ലോ ജാതിയും കോലാഹലവും ഒക്കെ, അതിനെയൊക്കെ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളും നാരായണ ഗുരുസ്വാമികളും അതേപോലുള്ള ഋഷിവര്യന്മാരും ദൂരീകരിച്ചു എങ്കിലും, ജാതിയെയും ഉച്ചനീചത്വങ്ങളെയൊക്കെ ദൂരീകരിച്ചു എങ്കിലും, വോട്ടിനു വേണ്ടി, സംഘടിത വോട്ടുകൾക്ക് വേണ്ടിയിട്ട് ജാതിയെയും ഉച്ചനീചത്വത്തെയും പറഞ്ഞിളക്കി കോലാഹലം ഉണ്ടാക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടല്ലോ. അവരാണിപ്പോ ജാതി കൊണ്ട് നടക്കുന്നത്. സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിലില്ല. അതെല്ലാം ഋഷിമാര് നേരത്തെ തന്നെ ദൂരീകരിച്ചു കഴിഞ്ഞു. പഴയ കാലത്ത് ഇതൊന്നും ഉണ്ടായിട്ടില്ല, ജാതി ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാര് ഇന്നത്തെ കണക്കിന് പറഞ്ഞാൽ പല ജാതികളിൽപ്പെട്ടവരാണ്. വേടന്മാരുടെ സന്താനങ്ങളുണ്ട്, അതേപോലെ സേവകരായിട്ടുള്ള ആളുകളുടെ സന്താനങ്ങളുണ്ട്, മരപ്പണി ചെയ്യുന്ന ആളുകൾ, കൊല്ലപ്പണി ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ കൃഷിപ്പണി ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സന്താനങ്ങൾ മന്ത്രദ്രഷ്ടാക്കളായിട്ടുണ്ട്. വ്യാസൻ, ഭഗവാൻ വേദവ്യാസൻ, അദ്ദേഹം മുക്കുവ സ്ത്രീയുടെ മകനാണ്. ആ മുക്കുവ സ്ത്രീ കാളി എന്ന മത്സ്യഗന്ധി, ആ മുക്കുവ സ്ത്രീ പ്രസവിച്ച കുഞ്ഞാണ് എല്ലാ ബ്രാഹ്മണർക്കും ആചാര്യനായിരിക്കുന്ന വേദമന്ത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന, അതിനെ നമുക്ക് ക്രമീകരിച്ചു തന്ന വേദവ്യാസൻ. ഇത് മാത്രം മതിയല്ലോ അന്നത്തെ ജീവിതക്രമം. അങ്ങനെ എല്ലാ ആളുകൾക്കും വേദം ജപിക്കാം, വേദമന്ത്രങ്ങൾ ആലപിക്കാം. എല്ലാവരും വേദം പഠിച്ചിരുന്നു അന്ന്. അതാണ് ഗ്രാമങ്ങളിൽ എല്ലാ വീടുകളിൽ നിന്നും വേദമന്ത്രങ്ങൾ മുഴങ്ങുന്നു എന്ന് വാൽമീകി ഇവിടെ വർണ്ണിച്ച് കേൾപ്പിച്ചിരിക്കുന്നത്. ബ്രഹ്മഘോഷ അഭിനാദിതാൻ, വേദമന്ത്ര ധ്വനിയുടെ മുഴക്കം ഗ്രാമങ്ങളിലും വീടുകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. പിന്നെയോ അങ്ങനെയുള്ളതായ ആ കോസലദേശങ്ങളെ രഥേന പുരുഷവ്യാഘ്ര കോസലാൻ അത്യവർത്തത. പുരുഷശ്രേഷ്ഠനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ ആ കോസലങ്ങളെ, ആ കോസലദേശത്തെ, കോസലാൻ എന്ന് ബഹുജനത്തിൽ പറയും, അത് സംസ്കൃത വ്യാകരണത്തിന്റെ പ്രത്യേകത. ആ കോസലദേശത്തെ അദ്ദേഹം കടന്നു, സൂര്യവംശ രാജാക്കന്മാരുടെ രാജ്യാതിർത്തി കടന്നു.